എന്തായാലും ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ടെഹ്റാൻ കത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭീഷണിയായിട്ടുണ്ട് ലോക സമാധാനത്തിന്. പി ജെയിംസ് കൂടി നമുക്കിപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. പി ജെയിംസ്, ശരിക്കും ലോകം മുഴുവൻ അശാന്തി പടർത്തുന്ന ഒരു യുദ്ധകാകളമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. ഇവർ തമ്മിൽ കാര്യമായി ഏറ്റുമുട്ടുകയാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എണ്ണ ഉൾപ്പെടെ പലതിൻ്റെയും വിതരണത്തെ ബാധിക്കും, വിലക്കയറ്റം ഉണ്ടാകും, സാമ്പത്തിക രംഗത്ത് പ്രശ്നങ്ങളുണ്ടാകും, മാന്ദ്യമുണ്ടാകും, പല ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇറാൻ ശക്തമായി തിരിച്ചടിക്കും. ഈ രാത്രി തന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ആശങ്ക ലോകത്തുണ്ട്. തീർച്ചയായിട്ടും SKN, ഇത് ആദ്യം തുടങ്ങി വെച്ചത് ഇസ്രായേലാണ്. ഇസ്രായേൽ വളരെ ആസൂത്രിതമായി നടത്തിയ ആക്രമണമാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് 200 പോർ വിമാനങ്ങൾ, അത് F-16, F-35 ഒക്കെ അടക്കമുള്ള അമേരിക്കയുടെ ലോകോത്തര യുദ്ധവിമാനങ്ങളുമായിട്ടാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തത്. ഒപ്പം തന്നെ ഈ ടെഹ്റാന് മൂക്കിന് കീഴെ ഒളിപ്പിച്ച് വെച്ച ഭൂഗർഭ അറയിൽ നിന്ന് ഡ്രോണുകൾ, അതെന്നെ അത്ഭുതമാണ്. ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് ഒളിച്ചു കടത്തി ഭൂഗർഭ അറയുണ്ടാക്കി അവിടെ സൂക്ഷിച്ചു വെച്ച് കറക്റ്റ് സമയത്ത് അത് പുറത്തെടുത്ത് സൈനിക തലവന്മാരെ വധിക്കുന്നു. ഒപ്പം തന്നെ മറ്റു ആണവ ശാസ്ത്രജ്ഞരെ, അത് 6 പേരെ വധിച്ചു എന്നാണ് നേരത്തെ പറഞ്ഞത്, 9 പേരെ വധിച്ചു എന്ന് പറയുന്നു. ഈ തരത്തിൽ നീക്കം നടത്തി ശരിക്കും ഇറാന് അങ്ങ് വിറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇറാൻ വെറുതെ ഇരുന്നില്ല. ഇറാൻ ആദ്യം 100 ഡ്രോണുകൾ അയച്ചു, പക്ഷെ അത് പലതും വീഴ്ത്തി ഇസ്രായേലിൻ്റെ ഡോമുകൾ. പക്ഷേ കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായ SKN ഇത്തവണ ഇസ്രായേൽ അയച്ച ഇസ്രായേലിന് നേരെ വന്ന ബാലിസ്റ്റിക് മിസൈലുകൾ പലതും തടയാൻ കഴിഞ്ഞില്ല. അത് തലസ്ഥാനമായ ടെല്ലവീവിലും ജെറൂസലമിലും വീണു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം മിസൈൽ ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇനി സിവിലിയൻ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്താൽ ടെഹ്റാൻ കത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിലെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്നുള്ള അർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, ഖത്തറിലെ അമീറുമായി സംസാരിച്ചു. സൗദിയുടെ രാജകുമാരൻ MBS മുഹമ്മദ് ബിൻ സൽമാനുമായി സംസാരിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായി സംസാരിച്ചൊരു സമാധാന ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ നാളെ നടക്കാനിരിക്കുന്ന 6ാമത്തെ റൗണ്ട് ചർച്ച, അമേരിക്കയും ഇറാനും തമ്മിൽ ആ ചർച്ചയിൽ പങ്കെടുത്ത് ആണവ കരാറിൽ ഒപ്പിട്ടാൽ ഞങ്ങൾ ഈ യുദ്ധം നിർത്താൻ അമേരിക്ക സഹായിക്കാമെന്നാണ്. പക്ഷേ അല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുള്ളത്. SKN, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധ കാഹളവുമായിട്ട് നിൽക്കുകയാണ്. കാരണം സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇതുവരെ ഗസയിലും അതുപോലെ തന്നെ ലെബനനിലും ഹൂതികളുടെ യമനിലൊന്നും ഈ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടില്ല. ഇവിടെ 4 ഇസ്രായേലികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, 100 കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി മിസൈലുകൾ വന്ന് ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിച്ചു. ഇസ്രായേലിനും അല്പം കുലുക്കം തട്ടിയിട്ടുണ്ട്. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ആകാംക്ഷയോടെ കാണുന്നുണ്ട്. SKN, സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ അവർക്ക് ഇഷ്ടമല്ല. ഇപ്പുറത്തെ ഇസ്രായേലുമായിട്ട് കൂട്ടുകൂടാനും പറ്റില്ല. അതുകൊണ്ട് മൗനം പാലിക്കുകയാണ് സൗദി അറേബ്യ, UAE, ബഹ്റിൻ, സുഡാൻ തുടങ്ങി അറബ് രാജ്യങ്ങളൊക്കെ മൗനം പാലിക്കുകയാണ്. എന്തായാലും യുദ്ധം നീണ്ടുപോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയടക്കം ഐക്യരാഷ്ട്രസഭയുടെ തലവൻ ആന്റോണിയോ ഗുട്ടറസ് ഇല്ലവരൊക്കെ സമാധാനത്തിന് വേണ്ടി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ SKN പറഞ്ഞ പോലെ ഇത് രാത്രിയിൽ ഒരു വലിയ ഏറ്റുമുട്ടൽ വീണ്ടും നടക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഇത് തീരുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പരസ്പരം അവർ തമ്മിൽ ആശങ്കയോടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ കയറി അടിക്കും, ഇറാൻ തിരിച്ചടിക്കും. അത് തുടർന്നുകൊണ്ടിരിക്കാനാണ് സാധ്യത. SKN. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഒരു വളരെ പ്രശസ്തമായ ഒരു വാക്യം, പലപ്പോഴും നമ്മൾ ഈ 24 ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്യമാണ്. ഒരു 3ാം ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു 4ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ കമ്പും പത്തലും മാത്രമേ കാണൂ എന്ന് ഒരു ലോകപ്രശസ്തനായ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര കൂടുതൽ വിനാശകാരിയായിരിക്കും ഒരു 3ാം ലോകയുദ്ധം. അതിപ്പോൾ അത്തരമൊരു യുദ്ധത്തിൻ്റെ മറ പിടിച്ചുയർത്തുന്ന ഒരു കാര്യവും ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് വൻശക്തികൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇറാനും ഒരുപാട് ആണവായുധങ്ങളുണ്ട്. ഇസ്രയേലും വളരെ അതിശക്തമായ ആണവ രാജ്യം തന്നെയാണ്. മാത്രമല്ല അവരുടെ മൊസാദ് പോലെയുള്ള ചാരസഖ്യങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. കാര്യം മൊസാദിൻ്റെ പ്രയോഗത്തിലാണ് ഇറാൻ ഇപ്പോൾ ഏറ്റവും അവരുടെ ഏറ്റവും ഉന്നത ലെവലിലുള്ള ആളുകളെ നഷ്ടപ്പെട്ടു പോയത്. ആണവശാസ്ത്രജ്ഞന്മാർ നഷ്ടപ്പെട്ടു, ഈ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ള മൊസാദിൻ്റെ വളരെ ഗൂഢാലോചനയിലൂടെയാണ് തകർന്നു പോയിരിക്കുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.